Hello everyone, welcome back to our classroom. Today we are discussing our second part of ഘർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു നിർത്തിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഈ ഒരു ലാസ്റ്റ് ഭാഗമായിരുന്നു. ഹിയർ ഇറ്റ് ഈസ്. झाड़ू के नीचे मिली हमेशा मुस्कुराए मेरा तजुर्ब कहता है कि छिपकलियों के पीछे झाड़ू लेकर पड़े रहने वालों में വോ നെഹി ഹേ. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തജുർബ് ഇതൊരു പുതിയ വേർഡാണ് അല്ലേ. തജുർബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അനുഭവം എന്നൊക്കെയാണ് കേട്ടോ. അപ്പം ഈ ചിപ്കലിയുടെ അനുഭവം വെച്ചുകൊണ്ട് ചിപ്കലി പറയാണ്, സാധാരണയുള്ള മനുഷ്യര് പല്ലികളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ ജാഡൂലേക്കർ പടേ, അതായത് ചൂലെടുത്തിട്ട് അവരുടെ പിന്നാലെ ഓടുകയാണ് ചെയ്യുക. പക്ഷേ ഇയാള് അങ്ങനെ ഒരാളല്ല. വേ നെഹി ഹേ. ഓക്കെ, രഹ്നെ വാലോ മേ സെ വോ നെഹി ഹേ. അങ്ങനെയുള്ള ഒരാൾക്കളിൽ പെട്ട ആളല്ല ഇയാൾ എന്ന് പറഞ്ഞാണ് കേട്ടോ. അതാണ് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവാം. ഇതാണ് അടുത്ത ഭാഗം. നോക്കാം നമുക്ക്. ഹോത്തെ ഹേ കുച്ച് ലോഗ് ഘിർഗിറ്റിനെ ഉബാസി ഹോത്തെ ഹുയെ കഹ. അപ്പോൾ എന്താണ്, ഘിർഗിറ്റ് ഒരു കോട്ടുവാഹൊക്കെ ഇട്ടുകൊണ്ട്, ഓക്കെ, ഉബാസിയിലെത്തിയ ഹുയെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടുവാ ഇടുക കേട്ടോ. ഒരു കോട്ടുവാഹൊക്കെ ഇട്ടുകൊണ്ട് പറയാണ്, ഹോത്തെ ഹി കുച്ച് ലോഗ്, അങ്ങനെയും കുറച്ച് ആളുകളൊക്കെ ഇപ്പോഴും ഉണ്ട് എന്നുള്ള രീതിയിൽ പറയാണ്. ദെൻ ഉൻസെ പെഹലെ മേ ശ്രീമതി ശാന്തിദാസ് കെ സാത്ത് കുച്ച് ദിൻ രഹി തി. അതായത് അയാൾക്ക് മുൻപ്, അതായത് അദ്ദേഹത്തിന് മുൻപ്, അദ്ദേഹം മീൻ ചെയ്യുന്നത് നമ്മുടെ ഫർഹാദിന് മുൻപ്, മേ ശ്രീമതി ശാന്തിദാസ് കെ സാത്ത് കുച്ച് ദിൻ രഹി തി. ശ്രീമതി ശാന്തിദാസിന്റെ കൂടെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. പൂരി അശാന്തിദാസ് തി വേ. എന്താണ് പുരി, അവർ പൂർണ്ണമായിട്ടും അശാന്തിദാസ് ആയിരുന്നു. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ശാന്തിദാസ് ഓർ അശാന്തിദാസ്. അതായത് ശാന്തിദാസ് എന്നല്ലായിരുന്നു അയാള്, അവരെന്തായിരുന്നു? പൂരി അശാന്തിദാസ് ആയിരുന്നു. അവര് പൂർണ്ണമായിട്ടും ഒരു അശാന്തിദാസ് ആയിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. മുജി ദേഖ്തേ ഹി ചില്ലാത്തി ഥി. എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്താവും? കണ്ടിടനെ അവര് അലറി വിളിക്കും, സ്ക്രീം ചെയ്യും. ചില്ലാത്തി മത്ലബ് അലറി വിളിക്കുക. ചില്ലാത്തി അലറി വിളിക്കുക. ഉയ്. എങ്ങനെയാണ് അലറി വിളിക്കുന്നത്? ഉയ് അല്ലെങ്കിൽ എന്താണ്, ഭയങ്കര നമ്മൾ സ്ക്രീം ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു സാധനത്തിനെ കാണുമ്പോൾ നമ്മളൊരു സൗണ്ട് ഉണ്ടാക്കുമല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്നിട്ട് പറയും ദിഖി ബൻ ജാതി ഥി. ഓക്കെ, എന്താണ്, അവർക്ക് വളരെ ദേഷ്യം വരും. കഹതി ഥി സുശാന്തോ ജൽദി ആവോ ഇസേ ഭഗാവോ. എന്താണ് പറയും? സുശാന്ത് ഓടി വരൂ, സുശാന്തേ ഓടി വരൂ, ഇസേ ഭഗാവോ, അതിനെ ഓടിക്കൂ അല്ലെങ്കിൽ അതിനെ എന്ത് ചെയ്യോ, എടുത്ത് പുറത്ത് കളയൂ എന്ന് പറയും. മേ ഉൻകെ സാത്ത് ഏക് സപ്താഹ് നഹി ടീക് സഖി. അതായത് ഞാൻ അവിടെ അദ്ദേഹത്തിൻ്റെ കൂടെ, അതായത് ശാന്തിദാസിൻ്റെ കൂടെ ഒരാഴ്ച പോലും തികച്ച് താമസിച്ചിട്ടില്ല. ഓക്കെ, സപ്താഹ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കേട്ടോ. സപ്താഹ് ഒരാഴ്ച പോലും തികച്ച് താമസിച്ചിട്ടില്ല. പർ കഹത്തെ ഹേ നാ ജോ വാസ്തവ് മേ ബലാ ഹോത്താ ഹേ. എന്താണ്, പക്ഷേ എന്താണ്, അവർ പറയുന്ന പോലെ ശരിക്കും നല്ലവനായ ഒരാള് എപ്പോഴും നല്ല ഒരാളെ കണ്ടുമുട്ടും. ഓക്കെ, അങ്ങനെയാണ് ജറൂർ മിൽത്തേ ഹേ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കണ്ടുമുട്ടും. ഓക്കെ, അങ്ങനെയാണ് എന്ത് കാണുന്നത്? ഫൽ സ്വരൂപ് മേരി ജിന്ദഗി മേ ശ്രീമാൻ ഫർഹാദ് ആഹി ഗയി. എന്താണ് അതിന്റെ തൽഫലമായി, ഫൽ സ്വരൂപ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ തൽഫലമായിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിലെ ജിന്ദഗി മേ, ജീവിതത്തില് ശ്രീമാൻ ഫർഹാദ് ആഹി ഗയി, ശ്രീമാൻ ഫർഹാദ് എത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ കടന്നു വരുന്നത്. कहते हुए छिपकली के चेहरे पर वैसी ही असीम शांति थी ऐसी संगमरमर की मूर्तियों में होती है. എന്താ വെച്ചാല് ചിപ്കലി ഇത് പറയുന്ന സമയത്ത് എന്താണ്, ചെഹരെ എന്ന് വെച്ച് കഴിഞ്ഞാല് ചെഹര എന്താണ്, മുഖം. മുഖത്ത് എന്താവുന്നുണ്ട്? വൈസി ഹി അസീം ശാന്തി थी ജैसी സംഗമർമർ എന്ന് വെച്ച് കഴിഞ്ഞാല് മാർബിൾ ആണ് കേട്ടോ. മാർബിൾ, ആ മാർബിൾ കല്ലുകൾ പോലെ എന്താകുന്നുണ്ട്? മൂർത്തിയോ എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രതിമകൾ, മാർബിൾ കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ പ്രതിമകൾ പോലെ എന്താവുന്നുണ്ടായിരുന്നു? അനന്തമായ ശാന്തത ഉണ്ടായിരുന്നു. അസീം ശാന്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അനന്തമായ ശാന്തി. സംഗമർമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർബിൾ. മൂർത്തിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താണ്, ഒരു പ്രതിമകൾ, മാർബിൾ പ്രതിമകളിൽ ഉണ്ടാവുന്ന ആ ഒരു തിളക്കമൊക്കെ ഉണ്ടാവില്ലേ, അത് ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ പ്രതിഫലിച്ച് കാണുന്നത്. കാരണം അത്രയും സന്തോഷമായിരുന്നു പല്ലിക്ക് ഉണ്ടായിരുന്നത് ഫർഹാദിന്റെ കൂടെ ജീവിക്കുന്ന സമയത്ത് കേട്ടോ. അങ്ങനെ ഓ ചിപ്പു മേ തുമാര ദർദ് സമജ് സക്താ ഹു. ഓ ചിപ്പു, എന്താണ് ഇവിടെ നിക് നെയിം ഒക്കെ ഇട്ട് വിളിക്കുകയാണ് നമ്മുടെ ഘിർഗിറ്റ് അല്ലേ. ഓ ചിപ്പു മീൻസ് ചിപ്കലിയുടെ ഷോട്ടാണ് കേട്ടോ. ചിപ്പു, ഓ ചിപ്പു മേ തുമാര ദർദ് സമജ് സക്താ ഹു. ഞാൻ നിന്റെ വേദന മനസ്സിലാക്കുന്നുണ്ട്. കിത്തനി ദഫാ മേ ഖുദ് ऐसे അനുഭവ് സേ ഗുസറാ ഹു. അതായത്
എന്താണ്, ഞാനും പല തവണ അത്തരം എന്തായിട്ടുണ്ട് അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. കിത്തിനി ദഫ, എത്ര തവണ, ഖുദ് ഏസെ അനുഭവത്തെ ഗുജറാഹു, ഞാനും ഓരോ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഗിർഗിട്ടിനെ കഹ, ഗിർഗിട്ട് പറയുകയാണ്. അങ്ങനെ നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് പോവുകയാണ്. ഇവിടെ എന്താണ്, ഒരു ഹാൻഡ് റൈസ് ചെയ്തൊരു ടാറ്റ പറയുന്ന പിക്ചറൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, നമുക്ക് നമ്മുടെ ഭാഗത്തിലേക്ക് പോവാം. സോ എന്താണ്, സോ अब मेरा इरादा श्रीमान फरहाद के घर में ही बचा गुचा जीवन गुजारने का है. चिपकली ने एक ही वाक्य में बातचीत समाप्त करते हुए कहा, विचार अच्छा है, गिरगिट बोला. അതായത് സോ അപ്പോൾ അബ് മേരാ ഇറാദ, ഇനി എൻ്റെ ജീവിതകാലം, ഇറാദ മത്ലബ് ജീവിതകാലം, ഇനി എൻ്റെ ജീവിതകാലം മുഴുവൻ ശ്രീമാൻ ഫർഹാദ് കെ ഘർ മേ ഹി ബച്ചാ ഗുച്ചാ, അതായത് ശ്രീമാൻ ഫർഹാദിന്റെ വീട്ടിൽ തന്നെ എന്ത് ചെയ്യാനാണ്, ബച്ചാ ഗുച്ചാ ഗുസാറിനെ കഹ, അതായത് ബച്ചാ ഗുച്ച എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, കഴിയാനാണ് എൻ്റെ തീരുമാനം. ഓക്കെ, അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ കഴിയാനാണ് എൻ്റെ തീരുമാനം. ഓക്കെ, ചിപ്കലിനെ ഏക് ഹി വാക്യമേ ബാത്ചീത് സമാപ്ത് കർത്തേ ഹുവേ കഹ. ചിപ്കലി ഏക് ഹി വാക്യം, ഒരൊറ്റ വാക്കില് അത് പറഞ്ഞങ്ങ് തീർക്കുകയാണ്. ഓക്കെ, എനിക്ക് അയാളുടെ കൂടെ താമസിക്കാൻ, എൻ്റെ ജീവിതകാലം മുഴുവൻ അയാളുടെ കൂടെ താമസിക്കാനാണ് എൻ്റെ ആഗ്രഹം എന്നുള്ളത് അവള് ഒറ്റ വാക്കുകൊണ്ട്, അതായത് ചിപ്കലി ഒറ്റ വാക്കുകൊണ്ട് പറഞ്ഞങ്ങ് തീർക്കുകയാണ്. എന്നിട്ടോ വിചാരച്ചാഹെ, എന്താണ് വിചാർ അച്ചാഹ എന്ന് വെച്ചാൽ വിചാരം അല്ലെങ്കിൽ ആശയം നല്ലതാണ്. ഖിർക്കിട്ട് ബോല, ഖിർക്കിട്ട് അവിടുന്ന് റിപ്ലൈ കൊടുക്കുകയാണ്. അപ്പം അതിന് നെക്സ്റ്റ് റിപ്ലൈ ചിപ്കലി പറയുന്നത് എന്താണ്, അച്ചാഹേന, ശരി നല്ലത് തന്നെയാണ് അല്ലേ. ഭക്ത് മിലേ തോ ആനാ കബി, എന്താണ് സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങോട്ടേക്ക് വരൂ. കഹത്തെ ഹുവേ ചിപ്കലി ആഖേ ബദ് ഗയി, അതും പറഞ്ഞുകൊണ്ട് എന്താണ് ചിപ്കലി മുന്നോട്ട് നടന്ന് നീങ്ങാണ്. പാവം അല്ലേ, ഗിർഗിട്ടിന് ഭയങ്കര വിഷമാവുന്നുണ്ടാവും ഫ്രണ്ട് പോകുന്ന സമയത്ത്, അതായിരിക്കും ബായൊക്കെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ജരൂർ ജരൂർ മുജേ തുംസെ മിൽനെ ആനാ അച്ഛാ ഹി ലഗേഗ, എന്താണ് പറയുന്നത്, തീർച്ചയായും എനിക്ക് നിന്നെ വന്ന് കാണാൻ വലിയ ആഗ്രഹമുണ്ട്. ഓക്കെ, മിൽനെ ആനാ അച്ഛാ ഹി ലഗേ, എനിക്ക് നിന്നെ വന്ന് കാണാൻ വലിയ ആഗ്രഹമുണ്ട്. ജരൂർ ജരൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ എന്തായാലും നിന്നെ കാണാൻ വരും. ഓക്കെ, ഹാത്ത് ഹിലാത്തെ ഹുവേ ഗിർഗിട്ട് ചിപ്കലി കോ ജാത്തെ ദേഖ്താ രഹാ. ഹാത്ത് ഹിലാത്തെ, അതായത് കൈ ഉയർത്തിക്കൊണ്ട്, ഓക്കെ, കൈ ഉയർത്തിക്കൊണ്ട് എന്താണ് പല്ലി പോകുന്നത് ഓന്തിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഓക്കെ, ചിപ്കലി നീം സരായ് കെ മകാൻ നമ്പർ 205 के गेट पर पहुंची, दीवार पर चढ़ी, सुनो, എന്താണ് ചിപ്കലി എന്ത് ചെയ്തു, ചിപ്കലി നീം സരായ് കെ മകാൻ, അതായത് ആ ഒരു നെയിം ബോർഡ് ഉണ്ട്, ആ ഒരു നെയിം ബോർഡിലെ വീട്ട് നമ്പർ ഉണ്ടാവുമല്ലോ, ആ വീട്ട് നമ്പർ 205 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഗേറ്റിലെ വീട്ട് നമ്പർ നോക്കിയിട്ട് ഗേറ്റ് പർ പഹുഞ്ചി, ഗേറ്റ് കടന്ന് ചെല്ലുകയാണ്. എന്നിട്ട് ദീവാർ പർ ചെടി, ദീവാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാൾ അല്ലെങ്കിൽ ചുമരില് ഓടി കയറുകയാണ്. അപ്പോഴാണ് ഒരു വിളി കേൾക്കുന്നത്. എന്താണ് വിളി കേൾക്കുന്നത്, സുനോ അല്ലേ, ഹേ അല്ലെങ്കിൽ സഹോദര എന്നുള്ള വിളി കേൾക്കുകയാണ്. ആരായിരിക്കാം വിളിച്ചിട്ടുണ്ടാവുക, നമുക്ക് നോക്കാം. ഇതാ ഇവിടെ നമ്മൾ വേറൊരാളെ കൂടെ കാണുന്നുണ്ട് അല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം ആരാണത്. चिपकली ने चारों ओर नजर घुमाकर देखा कि आवाज किधर से आई. എന്താണ് ചിപ്കലി ഈ ഒരു സൗണ്ട് വന്നത് എവിടെ നിന്നാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് 4 ഭാഗവും നോക്കുകയാണ്. ചാരോം ഓർ നസർ ഘുമാക്കർ, അതായത് 4 ഭാഗത്തും ഇങ്ങനെ നോക്കുകയാണ്. അരെ ആർ ഊപ്പർ, എന്താണ് ഈ സൗണ്ടിന്റെ ഉടമ പറയാണ്, അരെ ആർ ഊപ്പർ, ഹേയ് കുറച്ചുകൂടെ മുകളിലോട്ട്, ഇത് കോനേമേ, ഈ ഒരു മൂലയിലേക്ക് നോക്ക്. കോനയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂല അല്ലെങ്കിൽ കോർണർ, ഈ ഒരു മൂലയിലേക്ക് നോക്കാന്ന്. അപ്പോൾ ചിപ്കലി ने कोने में देखते हुए कहा, मैं तो सोचती थी नए घर में मैं ही सबसे पहले पहुंच रही हूँ, तुम कब पहुंची. അതായത് ചിപ്കലി പറയാണ്, ഇത് ഈ ഒരു കോർണറിലേക്ക് നോക്കിയിട്ട് പറയാണ്, मैं तो सोचती थी, ഞാൻ ആദ്യം വിചാരിച്ചു എന്ത്, പുതിയ വീട്ടില് सबसे पहले पहुंच रही हूँ, मैं ही सबसे पहले पहुंच रही हूँ, ഞാനായിരിക്കും ആദ്യമായിട്ട് വന്നിട്ടുള്ള ആളെന്ന്. तुम कब पहुंची, നീ എപ്പോഴാണ് ഇവിടെ എത്തിയത്. ഓക്കെ, ആരോടാണ് ഈ പറയുന്നത്, നോക്കാം നമുക്ക് ആരാണെന്നല്ലേ. മേനെ കൽ ഹി ഷിഫ്റ്റ് കിയാ ഹെ, ഞാന് ഇന്നലെ ഷിഫ്റ്റ് ചെയ്തു. മേനെ കൽ, ഇന്നലെ ഷിഫ്റ്റ് കിയാ ഹെ, ഞാൻ ഇന്നലെ ഷിഫ്റ്റ് ചെയ്തു. മക്കൻഡീനെ കഹാ. നെക്സ്റ്റ് ക്യാരക്ടർ വന്നിരിക്കുകയാണ്. മക്കൻഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലന്തി. ചിലന്തി പറയാണ്. ഇപ്പൊ നമ്മൾ ഏതൊക്കെ ക്യാരക്ടേഴ്സ് പഠിച്ചു, ചിപ്കലി പഠിച്ചു, ഗിർഗിട്ട് പഠിച്ചു അല്ലേ. ചിപ്കലി, ഗിർഗിട്ട്, അതുപോലെ തന്നെ പിന്നെന്താണ് ഫർഹാദ് പഠിച്ചു, ചിപ്കലി, ഗിർഗിട്ട്. ഇപ്പോൾ നെക്സ്റ്റ് വന്നിട്ടാണ് മക്കൻഡി അല്ലെങ്കിൽ ചിലന്തി. ഓക്കെ, ചിലന്തി ഇവിടെ സംസാരിക്കുകയാണ് കേട്ടോ. ചിലന്തി പറയാണ്, ഞാൻ ഇന്നലെ ഷിഫ്റ്റ് ചെയ്തു.
तो ആർ കോൻ കോൻ ഹേ യഹാ ചിപ്കലിനെ പൂച്ച. ഇനി ഇവിടെ ആരൊക്കെയുണ്ട് എന്ന് പറ. ഓക്കെ, ഇവിടെ വേറെ ആരൊക്കെയാണുള്ളത്? പല്ലി ചോദിക്കാണ്. 10-15 മക്കിയ और 100 के आसपास मच्छर मकंडी ने बताया. എന്താണ് എന്തൊക്കെയാണ്? 10-15 ഈച്ചകൾ. ഓക്കെ, 10-15 10-15 ഈച്ചകൾ. എന്താണ് ഈച്ചകൾ? മക്കിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ചകള്. और 100 के आसपास मच्छर, ഒരു 100ഓളം കൊതുകുകളും. മച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊതുക്. 100ഓളം കൊതുകുകളും ഉണ്ട്. മക്കണ്ടീനെ ബത്തായ, അതായത് ചിലന്തി പറയാണ്. അങ്ങനെ ഇവിടെ ഇപ്പോൾ എത്ര ക്യാരക്ടേഴ്സ് വന്നു? മക്കണ്ടിയും മച്ചറും ചിപ്കലി, ഗിർഗിട്ട്, മക്കണ്ടി, പിന്നെന്താണ് ഈച്ച വന്നു അല്ലേ? ഓക്കെ, എന്താണ് ഒരുപാട് മക്കി വന്നു, മച്ചർ വന്നു, ചിപ്കലി വന്നു, ഗിർഗിട്ട് വന്നു, ഫർഹാദ് വന്നു, മക്കണ്ടി വന്നു, ഒരുപാട് ക്യാരക്ടേഴ്സ് വന്നു അല്ലേ? ഇനി എന്താണ് ഇതിൽ അടുത്തത് പറയാൻ പോകുന്നത്? ഹായ് ചിപ്കലിനെ മക്കി മച്ചറോങ്കി ആർ ഹാത്ത് ഹിലാത്തെ ഹുവേ കഹ. അതായത് ഹായ് എന്താണ്, നമ്മളൊരാള് ഫസ്റ്റ് ടൈം കാണുന്ന സമയത്ത് നമ്മൾ ഹായ് പറയൂ അല്ലേ? അതേപോലെ ഹായ് ചിപ്കലിനെ മക്കി മച്ചറോങ്കി ആർ ഹാത്ത് ഹിലാത്തെ ഹുവേ കഹ. അതായത് ചിപ്കലി മക്കിയും മച്ചറിനെയൊക്കെ കണ്ട സമയത്ത് ഹായ് പറയാണ്. ഹാ ഹു ഹി ഹി. അതായത് അവര് എങ്ങനെയാണ് നമ്മളുടെ എന്താ പറയാ, ഈച്ചയും കൊതുകും എങ്ങനെയാണ് അവര് സൗണ്ട് ഉണ്ടാക്കുന്നത്, അവരുടെ സൗണ്ടിൽ അവര് ഹായ് പറയാണ്. ദെൻ അടുത്തതോ മക്കി മച്ചറോനെ കുച്ച് പബ്രായി സി ഹസി ഹസ്തേ ഹുവേ ജവാബ് ദിയ. എന്നിട്ട് എന്താണ്? കുച്ച് പബ്രായി സി ഹസി ഹസ്തേ ഹുവേ ജവാബ് ദിയ. അതായത് അതെ ഹാ ഹു ഹി, അതായത് ഞങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് എന്നുള്ള അവരുടെ സൗണ്ടിൽ അവർ പറയാണ് കേട്ടോ. എന്നിട്ട് മക്കി മച്ചറോനെ കുച്ച് പബ്രായി സി ഹസി ഹസ്തേ ഹുവേ ജവാബ് ദിയ. എന്നിട്ട് ഒരു കുസൃതി നിറഞ്ഞ മക്കിയും മച്ചറും, അതായത് ഈച്ചയും കൊതുകും കൂടെ അവരുടെ ഒരു ഹസി ഹസ്തേ പബ്രായി സി ഹസി, അതായത് ഈ ഒരു കുസൃതി നിറഞ്ഞ സൗണ്ടിൽ, അതായത് കുസൃതി നിറഞ്ഞ ചിരിയിൽ അവർ ഉത്തരം നൽകുകയാണ്. और वही मुहावरा दोहराया जो इंसानों में खासा प्रचलित है, हम जहाँ जाना चाहते हैं हमारी ബദ്കിസ്മതി ഹംസെ പെഹലെ വഹാ പഹുഞ്ച് ജാത്തി ഹേ. അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ കൊതുകും ഈച്ചയും കൂടെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. എന്താണ് പറഞ്ഞിട്ടുള്ളത്? മനുഷ്യർക്കിടയിൽ വളരെ പ്രചാരത്തിലുള്ള ഒരു പഴഞ്ചൊല്ല് അവർ ആവർത്തിക്കുകയാണ്. ദേഹരായാജോ എന്താണ്? മുഹാവ്ര ദേഹരായ, അതായത് പഴഞ്ചൊല്ല് പറയാണ്. എന്താണ്? ഇൻസാനോ മേ ഖാസ. ഓക്കെ, മിസ് വായിച്ചരാട്ടോ. ഇൻസാനോ മേ ഖാസ പ്രചാലിത് ഹേ. അതായത് മനുഷ്യർക്കിടയിൽ ഒരു പഴഞ്ചൊല്ല് പ്രചാരത്തിലുണ്ട്. എന്താണ്? ഹം ജഹാ ജാനാ ചാത്തെ ഹേ ഹമാരി ബദ്കിസ്മതി ഹംസേ പെഹലെ വഹാം പഹുഞ്ച് ജാത്തി ഹേ. അതായത് എന്താണ് പറയുന്നത്? ഹം ജഹാ ജാത്തെ ഹേ, അതായത് നമ്മളെ എവിടെ പോയാലും നമ്മൾക്ക് മുന്നേ നമ്മളുടെ നിർഭാഗ്യം അവിടെ ആദ്യമേ എത്തിയിട്ടുണ്ടാകും എന്നുള്ളത് കേട്ടോ. ചിപ്കലീനെ ജാനേ കേസെ സുൻലിയ. ഓക്കെ, ബദ്കിസ്മതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിർഭാഗ്യം എന്നാണ് കേട്ടോ. അപ്പോൾ ചിപ്കലിനെ ജാനേ കേസെ സുൻലിയ, ഇത് ചിപ്കലി കേൾക്കുകയാണ്. മച്ചറോं को सुनाते हुए मखंडी से कहने लगी, कुछ लोग खुद तो लोगों का खून ही पिए और दूसरे से चाहे कि वे शाकाहारी रहे व रे जमाने. അതായത് എന്താ പറയുന്നത്? ചിപ്കലി ഇതിനുള്ള തിരിച്ചൊരു മറുപടി കൊടുക്കുകയാണ് കേട്ടോ. ചിപ്കലി ഇത് കേൾക്കുകയാണ്. അപ്പോൾ ചിപ്കലി പറയുകയാണ് എന്താണ്? എനിക്ക് അത്ഭുതം തോന്നുകയാണ്, കൊതുകുകളോട് സംസാരിക്കുന്നതിനിടയിൽ ചിപ്കലി ചിലന്തിയോട് പറയാണ്, ചിലര് മറ്റുള്ളവരുടെ രക്തം കുടിക്കുന്നു, എന്നിട്ട് എന്താണ് അവര് സസ്യാഹാരികളാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ഇതെന്തൊരു ലോകമാണെന്ന് ഇവിടെ കൊടുത്തതിന് അവിടെ തിരിച്ചു കൊടുത്തതാണ് കേട്ടോ. കുച്ച് ലോഗ് ഖുദ്ദു ലോഗോം കാ ഖൂൻ ഹി, അതായത് കുറച്ച് ആളുകള് മനുഷ്യരുടെ രക്തം കുടിച്ചിട്ട്, ലോകം ഖൂൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തമാണ് കേട്ടോ. ഖൂൻ രക്തം കുടിച്ചിട്ട് അവര് സസ്യബുക്കുകളാകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. എന്തൊരു ലോകമാണ് എന്നുള്ളത് പറയാണ്. ഓക്കെ, അങ്ങനെ നേ മകാൻ കി നൈ സഫേദ് ജാഗ് ദീവാർ മേ പുതായ് की पपड़ी में से सिर निकालते हुए तेज आवाज में बात कर रहे हो कि मेरे बच्चे सोने के बजाय करवट बदल रहे हैं. എന്താണ് ഇവിടെ വേറൊരാളും കൂടെ വരികയാണ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? നയേ മകാൻ കി നൈ സഫേദ് ജാഗ് ദീവാർ മേ, അതായത് പുതിയ വീടിന്റെ പുതിയ ചുമരിന്റെ ആ ഒരു വെള്ളപൂശിയ പെയിന്റിന്റെ പാളിയിൽ നിന്ന് ഒരു തല പുറത്തേക്ക് നീട്ടി. ആരാണ് പുറത്തേക്ക് നീട്ടിയിട്ടുള്ളത്? നോക്കാം നമുക്ക്. तेज आवाज में बात कर रहे हो कि मेरे बच्चे सोने के बजाय करवट बदल रहे हैं. എന്താണ്? നിങ്ങളുടെ ഈ ഒരു സൗണ്ട് കൊണ്ട്, നിങ്ങളുടെ ഈ ഒരു ശബ്ദം കൊണ്ട് എന്താണ് എൻ്റെ കുട്ടികൾ ഉറങ്ങുന്നതിന് പകരം എന്താണ്
മറിഞ്ഞ് വീഴുകയാണ് എന്ന് വേറൊരാൾ വന്ന് പറയാണ് കേട്ടോ. അവിടെ എന്താണ് അവിടെയുള്ള ജന്തുക്കളിൽ ഒരാൾ വന്ന് പറയാണ്, ഓ മാഫ് കർണ ചിപ്കലിനെ മഖൻഡി കി തരഫ് സവാലിയ ആഖോ സെ ദേഖ്തെ ഹുയെ കഹ. എന്താണ് ചിപ്കലി പറയാണ്, എന്താണ് ചിപ്കലി ഒരു എന്താ പറയാ ഭയങ്കര ഒരു ക്വസ്റ്റ്യനോട് കൂടിയിട്ട് നോക്കുകയാണ് ആരെ മഖൻഡീനെ. ഭയങ്കര ഒരു എന്താണ് ഒരു ഉത്തരം കിട്ടാത്ത പോലെ ഒരു ഭയങ്കര ഒരു ഒരു എന്താ പറയാ ഒരു ഉത്തരം കിട്ടാത്ത പോലെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഓ മാഫ് കർണ, ആരാണ് മാഫ് കർണ എന്ന് പറയുന്നത്? മഖൻഡി പറയണോ ക്ഷമിക്കണം നമ്മൾ അറിയാതെ പറ്റിപ്പോയതാണ് എന്ന് പറയാണ്. ഓക്കെ, ഇവിടെ വരെയാണ് നമ്മൾ ഇന്ന് എടുക്കുന്നതാ. ഇവിടെ വരെയാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പുതിയ അതിഥികളെയൊക്കെ പരിചയപ്പെട്ട് നല്ല അടിപൊളിയായിട്ട് അടുത്ത ക്ലാസ്സും കൂടെ നമ്മൾ പോകുന്നതാണ്. ഓക്കെ, നിങ്ങൾ കാത്തിരിക്കുക പാർട്ട് 3ക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ടിൽ ദെൻ ബൈ ബൈ. മറക്കാതെ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ. ബൈ ബൈ.